വളവിലെ ചായക്കട. ഇത് നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ഒരു ഫേസ് 2 ഒരു ചായക്കടയാണ്. ഞാനൊരു ഡെയിലി ദിവസത്തിൽ ഒരു 3 പ്രാവശ്യം വെച്ചിട്ട് ഞാനിവിടെ പോകും. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് ഉഞ്ചാടയിൽ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ പോകും. കാണുന്നവർ ശരിക്കും ഇവനെന്താ ജാടയാണോ മറ്റേതാണോ തേങ്ങയാണോ ഫുൾ ടൈം ഹെഡ്സെറ്റ് വെച്ച് ആരോടും മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടാവും. ഇത് നമുക്കൊന്ന് ലൈഫിൽ സ്റ്റേജാന്ന് തോന്നുന്നു. നമുക്ക് ഈ ഹെഡ്സെറ്റും വെച്ച് ഈ ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേറെ ആരോടും മിണ്ടണ്ട, വേറെ ആരും സംസാരിക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അതൊരു പ്രത്യേക ഫീൽ കേട്ടോ. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തയില്ല. ഇങ്ങനെ ഇപ്പം അതാണെങ്കിൽ നമ്മളൊരു പാസീവ് റീഡിംഗ് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്നുള്ളൊരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെഡ്സെറ്റും വെച്ചാൽ അതും കേട്ടിങ്ങനെ നടക്കാം. അടിപൊളിയാണ്. പക്ഷെ അത് കൂടുതൽ ഈ തനിച്ചാവുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. നമ്മളിലേക്ക് തന്നെ അങ്ങനെ ചുരുങ്ങി പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ചിലപ്പോൾ ജീവിതത്തിലെ സ്റ്റേജ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2 ഭാഗത്ത് അനന്തനഗർ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഈ കട എന്തായാലും മസ്റ്റായാലും ഒന്ന് സഞ്ചരിച്ചോളൂ, ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. ഇവിടെ ചായക്കടയുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേഷനറി കടയുണ്ട്. അവിടെ നമുക്ക് എല്ലാ സാധനവും, കേരള ചിപ്സും എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ നൊസ്റ്റാൾജിക് മിഠായികളും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ഒരു മലയാളികളുടെ പച്ചക്കറി കിട്ടുന്ന ഒരു കടയും കൂടി ഉണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്തോളൂ. അടിപൊളി സ്ഥലമാണ്.